നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ചെറിയൊരു ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചാണ്. ജോലി തേടി അലഞ്ഞു നടക്കുന്നതിന് പകരം ചെറുതായിട്ടെങ്കിലും സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുതേ. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ ഐഡിയ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ആളുകൾക്ക് ഏത് സേവനമാണ് കൂടുതൽ ആവശ്യം, ഏത് സാധനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതലുള്ളത്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പാചകത്തിൽ കഴിവുണ്ടെങ്കിൽ ചെറിയൊരു ഭക്ഷണ സ്റ്റോൾ, ബേക്കിംഗ് ഷോപ്പ്, കാറ്ററിംഗ് തുടങ്ങിയത് തുടങ്ങാം. ഫിറ്റ്നസിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ജിമ്മും തുടങ്ങാം. അങ്ങനെ കഴിവും ഡിമാൻഡും മാച്ച് ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. ലൈക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, ദിവസേനയ്ക്കുള്ള ചെലവ് എത്ര, വരുമാനം എങ്ങനെയാകും, 6 മാസം കഴിഞ്ഞ് ബിസിനസ് നിലനിൽക്കുമോ എന്നൊക്കെ. ചെറുതായി തുടങ്ങാൻ 50,000 മുതൽ 2 ലക്ഷം വരെ മതിയാകും പല ബിസിനസ്സുകൾക്കും. കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചില ലീഗൽ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ലോക്കൽ പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി ലൈസൻസ്. ചെറിയ കടയ്ക്കോ സ്റ്റാളിനോ ഇത് ആവശ്യമാണ്. നമ്പർ 2 രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് വരുമാനം ഒരു നിശ്ചിത പരിധി കടന്നാൽ GST എടുത്തേ പറ്റൂ. നമ്പർ 3 ഫുഡ് ലൈസൻസ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ ഈ ലൈസൻസ് എടുക്കേണ്ടതാണ്. നമ്പർ 4 ട്രേഡ് ലൈസൻസ് ആൻഡ് ഷോപ്പ് രജിസ്ട്രേഷൻ. ഭൂരിഭാഗം ബിസിനസ്സുകൾക്കും ഈ ലൈസൻസ് ആവശ്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായി ഓൺലൈൻ വഴിയും ചെയ്യാം. ഒരു ബിസിനസ്സിനും ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. ബിസിനസ് വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമേഴ്സ് ആണ്. അതിനായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിക്കണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് എന്നിവയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ലോക്കൽ പബ്ലിസിറ്റി ലൈക്ക് പോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. കസ്റ്റമേഴ്സിനെ ക്വാളിറ്റി ആൻഡ് ട്രസ്റ്റ് കൊണ്ടാണ് പിടിക്കേണ്ടത്. ഓരോ ദിവസവും 10 പേര് കസ്റ്റമേഴ്സ് ആയാലും സ്ലോലി അത് 100 ആവും. ചെറുതായി തുടങ്ങുന്നത് തെറ്റല്ല. പ്രധാന കാര്യം സ്റ്റെഡിലി ഗ്രോ ചെയ്യുക എന്നതാണ്. ആദ്യ മാസങ്ങളിൽ വലിയ പ്രോഫിറ്റ് പ്രതീക്ഷിക്കേണ്ട. ചെലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്ത് സർവീസ് മെച്ചപ്പെടുത്തുക. 3 തൊട്ട് 4 വർഷത്തിനുള്ളിൽ ഒരു ചെറിയ ബിസിനസ്സിന് വലിയ രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും കേരളത്തിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം. ശരിയായ ഐഡിയ, പ്ലാനിംഗ്, ലീഗൽ ഫോർമാലിറ്റീസ്, മാർക്കറ്റിംഗ് ഇതൊക്കെ പാലിച്ചാൽ നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങൾക്ക് ഏത് ബിസിനസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം? കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.